ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ പുളിക്ക് വേണ്ടി ചേർക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുളി ചേർത്തിട്ട് ഉണ്ടാക്കാം, എന്നാൽ തൈര് ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 5 തക്കാളിയാണ് ഞാൻ എടുത്തത്, ചെറിയ തക്കാളി. അത് ചെറിയ കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് പച്ചമുളക്. 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഈ ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടതാണ് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി. അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുവന്ന മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. ചുവന്ന മുളക് പൊടി. അപ്പം ഞാൻ ഇതിൽ തേങ്ങയുടെ കൂടെ അരക്കുന്നത് പച്ചമുളക് അരക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്, പച്ചമുളകും. അപ്പോൾ ഇന്ന് നമ്മൾക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള. അപ്പോൾ ഉപ്പ് നമ്മൾക്ക് ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തക്കാളി വേവാൻ ആവശ്യമായ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഒരുപാടൊന്നും. തക്കാളിക്ക് കുറച്ചല്ലേ വേവ് ആവശ്യമുള്ളൂ, അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾക്കിതൊന്ന് സ്റ്റൗ ഓണാക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ തക്കാളി വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് വേണ്ടി ഞാൻ ചേർക്കുന്നത് തൈരാണ്. പിന്നെ അപ്പോൾ പുളി ഒഴിച്ചിട്ടും ഈ കറി റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് തൈരാണ്. അപ്പോൾ തൈര് നമ്മൾക്ക് പുളിക്കനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ തൈരൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ തേങ്ങ അരക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, കറിക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടത് കൊണ്ട്. അപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനിടെ ഉപ്പൊക്കെ നോക്കിയായിരുന്നു, ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തൈരിന് കുറച്ച് പുളി കുറവാണ്, അപ്പോൾ കുറച്ചുകൂടി തൈര് ഞാൻ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് വെള്ളം ആവശ്യത്തിന് നമ്മൾക്ക് എത്രയാണോ വേണ്ടുന്നത് അതിന് കണക്കായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും. അപ്പോൾ നല്ല പുളിയൊക്കെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണ്ട, ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ കറി നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് അതിലേക്ക് വറ്റൽമുളകും 2 വറ്റൽമുളകും 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിൽ ചൂട് കൊണ്ടാണ് അതിങ്ങനെ ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ വറ്റൽമുളകും കടുകും ഉലുവയും എല്ലാം വറവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.